ഇതിപ്പോ ചെമ്പ് പാളി. ഇതിപ്പോ ഇതിന്റെ മുകളിൽ ഇപ്പോ വിജയ് മല്യയുടെ ശില്പികൾ സ്വർണം പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. അതെങ്ങനെയായിരിക്കാം? ഞാൻ കാണിച്ചു തരാം. ഗോൾഡ് ഫോയിലിംഗിന്റെ മെത്തേഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഗോൾഡ് ഫോയിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കാര്യം അത് വെളിയിലോട്ട് എടുക്കാനായിട്ട്. അപ്പം ഇതാണ് ആ പാളി എടുക്കുന്നത്. ഇപ്പൊ ഇതിലെ ഗോൾഡ് ഫോയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് ഗോൾഡ് ഫോയിലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി വേറൊരു അതെ ഈ പണി പൂർത്തിയാക്കിയിട്ട് അതേ രൂപത്തിൽ തന്നെ ഈ പണികൾ ഈ ചെമ്പ് തകടിൽ അതേ ഷേപ്പിൽ ഈ ഷേപ്പ് ഒന്നും പിന്നെ വ്യത്യാസപ്പെടുത്താൻ പറ്റില്ല. അതായത് ആ ശില്പത്തിൽ വെച്ചല്ല ചെമ്പിന് മുകളിൽ ഈ സ്വർണം പൊതിയുന്നത് അല്ല. ഇതുപോലെയുള്ള ശില്പത്തിന്റെ രൂപത്തിന്റെ സമാനമായ രീതിയിൽ ഇങ്ങനെ ചെമ്പിന്റെ രൂപം വരുന്നു. ഇതാണ് ഇതിന്റെ ആദ്യ ഘട്ടം. അതിനുശേഷം ഇത് ഫോയിൽ ചെയ്യുകയാണ്. അപ്പോൾ ഫോയിലിംഗിന്റെ ഒരു സാമ്പിൾ ഇത് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ഈ ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത്. ഇതാണ് 20 മൈക്രോൺ കനത്തിലുള്ള തങ്കത്തകിടാണിത്. ഇതിപ്പോ നമ്മൾ കാണിക്കുന്നത് ഒറിജിനൽ തന്നെയാണ്. വേണ്ടിയാണ് ഇത് നമ്മൾ ഇത് മെർക്കുറി വെച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ മെർക്കുറി വെച്ചിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ നമുക്കിപ്പം അത് അനുവദിക്കാത്തതുകൊണ്ട് ഇത് 300 മില്ലിഗ്രാമാണ് ഈ ഒരു ഫോയിലിന്റെ കനം. ഇത് ഏകദേശം 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ ഒരു ലെയർ ചെയ്യാൻ ഇങ്ങനത്തെ നമുക്ക് ഇതുപോലത്തെ 9 ഷീറ്റ് വേണം. ഒരു സ്ക്വയർ ഇത് 10 സെന്റിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ 9 പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മെർക്കുറി ഉപയോഗിച്ചിട്ട് ഈ തകിടിന്റെ പുറത്തേക്ക് മെർക്കുറി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും. ഇപ്പൊ ഞാനിവിടെ മെർക്കുറി ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ചെമ്പ് പാളിക്ക് മുകളിൽ ഈ ഒരു ലെയർ ചെയ്യുന്നു. ഇത് ഒരു വളയിടുക എന്ന് പറയും. ഒരു മുനയുള്ള ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒരച്ചൊരച്ച് ഇതുമായിട്ട് ഇതിന് മെർക്കുറി ഉണ്ട് ഇതിനകത്ത്. അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ വിജയ് മല്യയുടെ അന്നത്തെ ശില്പികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ഒരു മെർക്കുറിയുടെ കോട്ടിംഗ് ഉണ്ട്. മെർക്കുറിയുടെ കോട്ടിംഗ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. കാര്യം അത് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ പിന്നെ ഇത് വേസ്റ്റ് ആവും. പിന്നെ ഇത് ഇളക്കിയെടുക്കാൻ പറ്റാത്ത ഇതാവും. ഇങ്ങനെയാണ് ഒരു ലെയർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് മുനയിനിട്ട് ഒരച്ചൊരച്ച് ഇതങ്ങ് ഇതുമായിട്ട് ഇതാക്കും. എന്നിട്ട് ചൂടാക്കി ഇതിനകത്തെ മെർക്കുറി നമ്മൾ ഫ്യൂസ് ചെയ്ത് കളയും. ചൂടാക്കുമ്പോഴത്തേക്ക് ഈ മെർക്കുറി അകത്തെ മെർക്കുറി അങ്ങ് ഫ്യൂസായി പോകും. ഈ സ്വർണ്ണപ്പാളി ഈ ചെമ്പുമായിട്ട് പെർമനന്റ് ആയിട്ട് ചേർന്നിരിക്കും. ഇതാണ് സ്വർണ്ണത്തിന്റെ കളർ. ഇതിനകത്തെ ഈ ഫിനിഷിങ് കറക്റ്റ് ആകണം. അത് നമ്മളിങ്ങനെ ഉരച്ചൊരച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ 7 ലെയർ അവിടെ ചെയ്തെന്നാണ് പറയുന്നത്. 7 ലെയർ ഒന്നിനും ഈ കനമുള്ള ഇങ്ങനെയാണ് ആ ഷീറ്റ് വരുന്നത്. അവിടെ ചെയ്ത അതേ കനം തന്നെയാണോ ഇത്? അതെ 20 മൈക്രോൺ ആണ് ഇതിന്റെ കനം. 20 മൈക്രോൺ ഇത്ര മൈന്യൂട്ടാണ്. ഇത് കീറി വരും. നമ്മുടെ എന്റെ കയ്യിൽ വന്നു കണ്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ വരും. ഇതാണ് അതിന്റെ ഒരു പൊസിഷൻ. അപ്പൊ അങ്ങനെ 20 മൈക്രോൺ ഉള്ള ഇത് ഇങ്ങനെ ഇത് ചെയ്തിട്ട് നമ്മൾ ഇത് 7 പ്രാവശ്യവും ചെയ്ത് ഇത് മിനുക്കി പിന്നെ ഇത് ഒരിക്കലും ഇളക്കാൻ പറ്റില്ല. ഇത് ഇതുമായിട്ട് അങ്ങ് മെൽറ്റ് ആവും. അതായത് ഈ ചെമ്പുമായിട്ട് ചേരും. ചെമ്പുമായിട്ട് അങ്ങ് ഈ പാളി ചേർന്ന് ഇങ്ങനെയാണ് ഈ സ്വർണം പൊതിയുക എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡാണ്. ഇങ്ങനെ പൊതിയുന്ന ഇത് ഒരിക്കലും ഇങ്ങനെ പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളിപ്പം ഇപ്പം മെർക്കുറി ഉപയോഗിച്ചിട്ടില്ല. ഇതിനകത്ത് മെർക്കുറി ഉപയോഗിച്ച് ഇത് ചേർത്ത് കഴിഞ്ഞ് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ചെമ്പുമായിട്ട് പെർമനന്റ് ആയിട്ട് ജോയിൻ ആവും. ശബരിമലയിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ കളറിന്റെ വ്യത്യാസം മനസ്സിലായി. നമ്മൾ മെർക്കുറി ചേർത്ത് ഈ ഒരു പ്രോസസ് ആണെങ്കിൽ ഒരിക്കലും ഈ ചെമ്പ് പാളിയിൽ നിന്ന് ഈ ഒരു സ്വർണത്തിന്റെ ഈ ഒരു പൊതിഞ്ഞത് എടുത്തു മാറ്റാൻ ഇളകി വരില്ല. അപ്പോൾ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫോയിലിംഗ് 7 ലെയർ വന്ന് അത് കോട്ടിംഗ് ആയി അത് ഉരച്ച് മിനുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇത് ഇളക്കാൻ പറ്റില്ല.